ലേവ്യ പുസ്തകം അധ്യായം 16. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. അഹരോന്റെ 2 പുത്രന്മാർ കർത്താവിൻ്റെ സന്നിധിയിൽ അന്യാഗ്നി അർപ്പിച്ചപ്പോൾ അവർ മരിച്ചു പോയ ശേഷം ദൈവം മോശയോട് അരുളി ചെയ്തത്, കൃപാസനത്തിന്മീതെ മേഘത്തിൽ ഞാൻ വെളിപ്പെടുന്നത് കൊണ്ട് നിന്റെ സഹോദരനായ അഹറോൻ മരിക്കാതിരിക്കേണ്ടതിന് വിശുദ്ധ മന്ദിരത്തിൽ തിരശീലയ്ക്കകത്ത് പെട്ടകത്തിന്മേലുള്ള കൃപാസനത്തിൻ മുൻപിൽ എല്ലാ സമയവും വരരുത് എന്ന് അവരോട് പറയണം. പാപയാഗത്തിനോ ഒരു കാളക്കിടാവിനോടും ഹോമയാഗത്തിന് ഒരു ആട്ടുകൊറ്റനോടും കൂടെ അഹ്റോൻ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കണം. അവൻ പഞ്ഞിനൂൽ കൊണ്ടുള്ള വിശുദ്ധമായ അങ്കി ധരിച്ച് ദേഹത്തിൽ പഞ്ഞിനൂൽ കൊണ്ടുള്ള കാൽച്ചട്ടയിട്ട് പഞ്ഞിനൂൽ കൊണ്ടുള്ള നടുക്കെട്ട് കെട്ടി പഞ്ഞിനൂൽ കൊണ്ടുള്ള ശിരോവസ്ത്രം ധരിക്കണം. ഇവ വിശുദ്ധ വസ്ത്രം ആകയാൽ അവൻ ദേഹം വെള്ളത്തിൽ കഴുകിയ ശേഷം ധരിക്കണം. അവൻ ഇസ്രായേൽ മക്കളുടെ സഭയുടേതായി പാപയാഗത്തിന് 2 കോലാട്ടുകൊറ്റനെയും ഹോമയാഗത്തിന് ഒരു ആട്ടുകൊറ്റനെയും വാങ്ങണം. തനിക്ക് വേണ്ടിയുള്ള പാപയാഗത്തിന്റെ കാളയെ അഹ്റോൻ അർപ്പിച്ച് തനിക്കും കുടുംബത്തിനും വേണ്ടി പാപപരിഹാരം കഴിക്കണം. അവൻ ആ 2 കോലാട്ടുകൊറ്റനെ കൊണ്ടുവന്ന് സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ ദൈവസന്നിധിയിൽ നിർത്തണം. പിന്നെ അഹ്റോൻ ദൈവത്തിന് എന്നൊരു ചീട്ടും അസസേലിനു എന്ന് മറ്റൊരു ചീട്ടും, ഇങ്ങനെ 2 കോലാട്ടുകൊറ്റനും ചീട്ടിടണം. ദൈവത്തിന് ചീട്ട് കോലാട്ടുകൊറ്റനെ അഹ്റോൻ കൊണ്ടുവന്ന് പാപയാഗമായി അർപ്പിക്കണം. അസസേലിന് ചീട്ട് വീണ കോലാട്ടുകൊറ്റനെയോ അതിനാൽ പ്രായശ്ചിത്തം കഴിക്കേണ്ടതിനും അതിനെ അസസേലിന് മരുഭൂമിയിലേക്ക് വിട്ടയക്കേണ്ടതിനുമായി കർത്താവിൻ്റെ സന്നിധിയിൽ ജീവനോടെ നിർത്തണം. പിന്നെ തനിക്ക് വേണ്ടിയുള്ള പാപയാഗത്തിന്റെ കാളയെ അഹ്റോൻ അർപ്പിച്ചു തനിക്കും കുടുംബത്തിനും വേണ്ടി പാപപരിഹാര ബലിയായി കാളയെ അറുക്കണം. അവൻ ദൈവസന്നിധിയിൽ യാഗപീഠത്തിന്മേലുള്ള തീക്കനൽ ഒരു ധൂപകലശത്തിൽ നിറച്ചും സൗരഭ്യമുള്ള ധൂപവർഗപ്പൊടി കൈ നിറച്ചെടുത്ത് തിരശീലയ്ക്കകത്തു കൊണ്ടുവരണം. താൻ മരിക്കാതിരിക്കേണ്ടതിന് ധൂപത്തിന്റെ മേഘം സാക്ഷ്യത്തിന്മേലുള്ള കൃപാസനത്തിനെ മറയ്ക്കുവാൻ തക്കവണ്ണം അവൻ ദൈവസന്നിധിയിൽ കുന്തുരുക്കം തീയിലിടണം. അവൻ കാളയുടെ രക്തം കുറെ എടുത്ത് വിരൽ കൊണ്ട് കിഴക്കോട്ട് കൃപാസനത്തിന്മേൽ തളിക്കണം. അവൻ രക്തം കുറെ തന്റെ വിരൽ കൊണ്ട് കൃപാസനത്തിന്റെ മുമ്പിലും 7 പ്രാവശ്യം തളിക്കണം. പിന്നീട് അവൻ ജനത്തിനു വേണ്ടിയുള്ള പാപപരിഹാരയാഗത്തിനുള്ള കോലാട്ടുകൊറ്റനെ അറുത്ത് രക്തം തിരശീലയ്ക്കകത്ത് കൊണ്ടുവന്ന് കാളയുടെ രക്തം കൊണ്ട് ചെയ്തതുപോലെ ഇതിന്റെ രക്തം കൊണ്ടും ചെയ്ത് അതിനെ കൃപാസനത്തിന്മേലും കൃപാസനത്തിന്റെ മുമ്പിലും തളിക്കണം. ഇസ്രായേൽ മക്കളുടെ അശുദ്ധിയും അവരുടെ സകല പാപവും ലംഘനങ്ങളും നിമിത്തം അവൻ വിശുദ്ധ മന്ദിരത്തിനു വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. അവരുടെ ഇടയിൽ അവരുടെ അശുദ്ധിയുടെ മധ്യേ സ്ഥിതി ചെയ്യുന്ന സമാഗമന കൂടാരത്തിന് അവൻ അങ്ങനെ തന്നെ ചെയ്യണം. അവൻ വിശുദ്ധ മന്ദിരത്തിൽ പ്രായശ്ചിത്തം കഴിക്കുവാൻ പ്രവേശിച്ചിട്ട് പുറത്തു വരുന്നതുവരെ സമാഗമന കൂടാരത്തിൽ ആരും ഉണ്ടായിരിക്കരുത്.
ഇങ്ങനെ അവൻ തനിക്കും കുടുംബത്തിനും ഇസ്രായേലിന്റെ സർവ്വസഭയ്ക്കും വേണ്ടി പാപപരിഹാരം ചെയ്യണം. അവൻ ദൈവസന്നിധിയിലുള്ള യാഗപീഠത്തിങ്കൽ ചെന്ന് അതിനും പാപപരിഹാരം ചെയ്യണം. കാളയുടെ രക്തവും കോലാട്ടുകൊറ്റന്റെ രക്തവും കുറെ എടുത്ത് പീഠത്തിന്റെ കൊമ്പുകളിൽ ചുറ്റും പുരട്ടണം. അവൻ രക്തം കുറെ വിരൽ കൊണ്ട് 7 പ്രാവശ്യം അതിന്മേൽ തളിച്ച് ഇസ്രായേൽ മക്കളുടെ അശുദ്ധികളെ നീക്കി വെടിപ്പാക്കി ശുദ്ധീകരിക്കണം. അവൻ വിശുദ്ധ മന്ദിരത്തിനും സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും ഇങ്ങനെ പാപപരിഹാരം നടത്തിയ ശേഷം ജീവനോടിരിക്കുന്ന കോലാട്ടുകൊറ്റനെ കൊണ്ടുവരണം. ജീവനോടിരിക്കുന്ന കോലാട്ടുകൊറ്റന്റെ തലയിൽ അഹരോൻ കൈവച്ചും വച്ച് ഇസ്രായേൽ മക്കളുടെ എല്ലാ കുറ്റങ്ങളും സകല പാപങ്ങളും ലംഘനങ്ങളും ഏറ്റുപറഞ്ഞു കോലാട്ടുകൊറ്റന്റെ തലയിൽ ചുമത്തി നിർദ്ദിഷ്ടമായ ഒരാളുടെ കൈവശം അതിനെ മരുഭൂമിയിലേക്ക് അയക്കണം. കോലാട്ടുകൊറ്റൻ അവരുടെ കുറ്റങ്ങളെ എല്ലാം ശൂന്യപ്രദേശത്തേക്ക് ചുമന്നു കൊണ്ടുപോകണം. അവൻ കോലാട്ടുകൊറ്റനെ മരുഭൂമിയിൽ വിട്ടേക്കണം. പിന്നെ അഹരോൻ സമാഗമന കൂടാരത്തിൽ വന്ന് താൻ വിശുദ്ധ മന്ദിരത്തിൽ കടന്നപ്പോൾ ധരിച്ചിരുന്ന പഞ്ഞിനൂൽ വസ്ത്രം മാറ്റി അവിടെ വയ്ക്കണം. അവൻ ഒരു വിശുദ്ധ സ്ഥലത്ത് വച്ച് വെള്ളം കൊണ്ട് ദേഹം കഴുകി സ്വന്തം വസ്ത്രം ധരിച്ച് പുറത്തു വന്ന് തന്റെ ഹോമയാഗവും ജനത്തിന്റെ ഹോമയാഗവും അർപ്പിച്ച് തനിക്കും ജനത്തിനും വേണ്ടി പാപപരിഹാരം ചെയ്യണം. അവൻ പാപയാഗത്തിന്റെ മേധസ് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. ആട്ടുകൊറ്റനെ അസസേലിനായി കൊണ്ടുപോയി വിട്ടവൻ വസ്ത്രം വലക്കി ദേഹം വെള്ളത്തിൽ കഴുകി മാത്രമേ പാളയത്തിൽ വരാവൂ. വിശുദ്ധ മന്ദിരത്തിൽ പാപപരിഹാരം നടത്തേണ്ടതിന് രക്തം കൊണ്ടുപോയ പാപയാഗത്തിന്റെ കാളയെയും കോലാട്ടുകൊറ്റനെയും പാളയത്തിന് പുറത്തു കൊണ്ടുപോകണം. അവയുടെ തോലും മാംസവും ചാണകത്തിൽ തീയിൽ ചുട്ടുകളയണം. അവയെ ദഹിപ്പിച്ചവൻ വസ്ത്രം വലക്കി ദേഹം വെള്ളത്തിൽ കഴുകി മാത്രമേ പാളയത്തിൽ വരാവൂ. ഇത് നിങ്ങൾക്ക് എന്നേക്കുമുള്ള നിയമമായിരിക്കണം. 7-ാം മാസം 10-ാം തീയതി നിങ്ങൾ ഉപവസിക്കണം. സ്വദേശിയും നിങ്ങളുടെ ഇടയിൽ പാർക്കുന്നവരും യാതൊരു വേലയും ചെയ്യരുത്. ആ ദിവസത്തിലത്രേ ദൈവസന്നിധിയിൽ നിങ്ങളെ ശുദ്ധീകരിക്കേണ്ടതിന് നിങ്ങൾക്ക് വേണ്ടി പാപപരിഹാരം ചെയ്യുകയും നിങ്ങളുടെ സർവപാപവും നീക്കി നിങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് വിശുദ്ധ വിശ്രമമുള്ള ശാബതായിരിക്കണം. നിങ്ങൾ ഉപവസിക്കണം. ഇത് നിങ്ങൾക്ക് എന്നേക്കുമുള്ള നിയമമാകുന്നു. പിതാവിന് പകരം പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ അഭിഷേകം പ്രാപിക്കുകയും പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്ത പുരോഹിതൻ തന്നെ പാപപരിഹാരം ചെയ്യണം. അവൻ വിശുദ്ധ വസ്ത്രമായ പഞ്ഞിനൂൽ വസ്ത്രം ധരിച്ച് വിശുദ്ധ മന്ദിരത്തിന് പാപപരിഹാരം കഴിക്കണം. സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും പാപപരിഹാരം കഴിക്കണം. പുരോഹിതന്മാർക്കും സഭയിലെ സകല ജനത്തിനും വേണ്ടി പാപപരിഹാരം നടത്തണം. സംവത്സരത്തിൽ ഒരിക്കൽ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി അവരുടെ സകല പാപങ്ങൾക്കായും പാപപരിഹാരം നടത്തുവാൻ ഇത് നിങ്ങൾക്ക് ശാശ്വത നിയമമായിരിക്കണം. ദൈവം മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവൻ ചെയ്തു. ദൈവമേ സ്തുതി, നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.